ഇവിടെ ഈ തലക്കക്കൂടി ഓരോന്ന് നിങ്ങൾ വന്ന് നോക്കി, കുട്ടികൾ സ്കൂൾക്കാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മളെ കുട്ടികൾ നാളെ ഇങ്ങനെ ആവില്ല എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു നിലക്ക് കുട്ടിനെ വേണ്ടാത്തത് കണ്ടു കഴിഞ്ഞാൽ, നമ്മളൊരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ നേർക്ക് തിരിയുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. നമ്മളെ പിള്ളേർ ഏത് രീതിയിലാണ് വീട്ടിലേക്ക് കയറി വരുന്നത് പോലും നമുക്ക് അറിയുന്നില്ല. അത് ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസക്ക് പിന്നെ അതിൻ്റെ വിൽപ്പനക്കാരനായിട്ട് മാറുകയാണ് ചെയ്യണത്. നമ്മൾ ഗവൺമെൻറ് ലഹരി ഒരുപാട് ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ പോലീസ് എത്തിയാൽ തന്നെ അവർ ഇറങ്ങിപ്പോരുണ്ട്. നിയമം കുറച്ച് ശക്തമാവണം. ഡ്രഗ്സിന്റെ അമിത ഉപയോഗം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് സിനിമ തന്നെ അങ്ങനെ ബാധിക്കാൻ അതിന് മുന്നേ അതായിട്ടുള്ള സിനിമകൾ വന്നിട്ടുള്ളതല്ലേ. നമസ്കാരം. കേരള മനസാക്ഷിയാകെ ഞെട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന 24 വയസ്സുകാരൻ സ്വന്തം കൂടപ്പിറപ്പ് ഉൾപ്പെടെ 5 പേരെയാണ് നിഷ്ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത്. കേരള ജനത ദിനംപ്രതി കേൾക്കുന്ന വാർത്തകളെല്ലാം അവിശ്വസനീയമായ രീതിയിലുള്ള വാർത്തകളാണ്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. ആരും സുരക്ഷിതരല്ലാത്ത രീതിയിലുള്ള ലഹരി ഉപയോഗമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമിതമായ യുവതലമുറയുടെ ലഹരി ഉപയോഗവും അതുപോലെ തന്നെ സിനിമകളിലെ വയലൻസും അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗവും എല്ലാം യുവതലമുറയിലെ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കൾ പോലും മക്കൾക്കൊപ്പം സുരക്ഷിതരല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ലഹരി അത്രത്തോളം യുവതലമുറയെയും സമൂഹത്തെയും കാർന്നു തിന്നുകയാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ ഒരു യുവതലമുറ കടന്നു പോകുന്നത്. നമുക്ക് ഇവിടുത്തെ പൊതുജനങ്ങളോടും രക്ഷിതാക്കളോടും ചോദിച്ചറിയാം എത്രത്തോളം ലഹരി ഉപയോഗം യുവതലമുറയെ സ്വാധീനിക്കുന്നു എന്ന കാര്യം പൊതുജനങ്ങളോടും രക്ഷിതാക്കളോടും നമുക്ക് ചോദിച്ചറിയാം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്നിട്ടുള്ള കൊലപാതകം കേരള ജനതയുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണല്ലോ. യുവതലമുറയുടെ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കറക്റ്റാണ്, വളരെ കൂടുതലാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മുടെ വീടൊക്കെ ഇവിടെ അടുത്താണ്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ MDMA അതുപോലത്തെ ലഹരി വസ്തുക്കളാണ് കൂടുതൽ. അത് പുറം ജനങ്ങളത് അറിയണില്ല. ഒരു മദ്യമൊക്കെ ആണെങ്കിൽ എല്ലാവരും അത് സ്വാഭാവികമായിട്ട് സ്മെല്ലും കാര്യങ്ങളായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സിലാക്കും. ഇതിപ്പോൾ MDMA അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ആർക്കും അതൊരു വില ഇല്ലാതായിട്ടുണ്ട്. കുട്ടികളുടെ ഇടയിൽ വളരെ കൂടുതലാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്ത നമ്മൾ ഈ ചുറ്റുഭാഗം കണ്ടുകൊടുത്തോളം സിനിമകൾ അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സിനിമകൾ അതുപോലത്തെ കാണുകളാണ്. അതുപോലെ മൊബൈൽ ഉപയോഗമൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാക്കുകയാണല്ലോ. അത് വളരെ കൂടുതലാണത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ കൂടുതലായിട്ട് നമുക്ക് കൊണ്ട് ലഹരിയാണെന്ന് ഒന്നും സംശയിക്കാനില്ല. യുവതലമുറ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ ആണ് പെണ്ണ് ഒരു വ്യത്യാസമില്ലാതെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലഹരി തന്നെയാണെന്ന് ഒറ്റവാക്കി പറയാൻ സാധിക്കും. ഇന്ന് എന്താ വെച്ചാൽ മാതാപിതാക്കളെ കുട്ടികൾ ഒരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ്, ഏതെങ്കിലും ഒരു നിലക്ക് കുട്ടിനെ വേണ്ടാത്തത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ നേർക്ക് തിരിയുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അത് വല്ലാത്തൊരു അനുഭവമാണ്. ഞങ്ങളെ സ്കൂളിൽ നിന്നൊക്കെ ബാഗിൽ നിന്ന് ഹാൻഡ്സ് ഇതൊക്കെ പിടിക്കാറുണ്ട്. പക്ഷെ പിടിക്കപ്പെട്ട പിന്നെ ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രക്ഷിതാവിനെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് നമുക്കെതിരായിട്ട് എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു, അപ്പോൾ ലഹരി തന്നെയാണ് ഇതിന് മെയിനായിട്ട് ഒരു കാരണം. നല്ലതല്ല, അത് ഒക്കെ അനർത്ഥമായിട്ടാണ് നടക്കുന്നത്. പലവർക്കും അതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ്. അതിപ്പോൾ ഈ ചെറുതലമുറകളും മുന്നോട്ട് വരുന്നതും ഏതാനും ഒക്കെ ആ ഭാഗത്തു കൂടിയാണ് വരുന്നത്. ഈ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന മക്കൾ വളരെ അധികം ലഹരി, അതുപോലെ പല സിനിമകളിലുള്ള വളരെ ഭീകരപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, അതൊക്കെ സ്വയം ജീവിതത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് സ്വന്തം മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ ഇവരൊക്കെ ജീവനെടുക്കുന്ന ഒരു പ്രവർത്തനം ഇന്നത്തെ മക്കളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ ദുഃഖകരവും ഖേദകരവും ആണ് എന്ന് പറയാതെ വയ്യ. നമ്മുടെ സ്വന്തം മക്കൾ, മാതാപിതാക്കൾ അവരാണ് ഇതിനൊരു മുൻകൈയെടുത്ത്, വിശിഷ്യ സർക്കാർ ഇതിനൊരു പോംവഴി കണ്ടെത്തൽ നിർബന്ധിതമായൊരു അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രാവിലെ തൊട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബുക്കും കാര്യങ്ങളായിട്ട് പോവാണ്. കുട്ടികൾ എവിടേക്ക് പോകണം ഏതാ എന്നുള്ളത് ഒരു മാതാപിതാക്കളിൽ എന്ന നിലക്ക് ആരും എന്താവണില്ല, ശ്രദ്ധ കൊടുക്കണില്ല. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണ്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വെറും ഈ ലഹരി ഉപയോഗം കൂടുതലാണ്. പിന്നെ നമുക്ക് രാത്രി വീട്ടിൽ കിടക്കാനടക്കം പേടിയാണ്. നമ്മളെ മക്കളെ കൂടെ കിടന്നുറങ്ങാനടക്കം പേടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ പിള്ളേർ ഏത് രീതിയിലാണ് വീട്ടിലേക്ക് കയറി വരുന്നത് പോലും നമുക്ക് അറിയുന്നില്ല.
ലഹരിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസക്ക് പിന്നെ അതിൻ്റെ വിൽപ്പനക്കാരനായിട്ട് മാറുകയാണ് ചെയ്യണത്. ഈ യുവാക്കൾ പിന്നെ സ്കൂൾ കുട്ടികൾ പ്രായമായവർ അങ്ങനെ വിൽപ്പന ഒന്നും നമ്മളെ ശ്രദ്ധയിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ തടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്ന് എന്തെങ്കിലും നടപടി വന്നിട്ട് അതിന് ശക്തമായിട്ടുള്ള ഒരു എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടായിട്ട് അതിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ തന്നെ ഈ ഒരു സംഭവത്തിന് തടയിടാൻ കഴിയുള്ളൂ. നമ്മൾ ഗവൺമെൻറ് ലഹരി ഒരുപാട് ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ പോലീസ് എത്തിയാൽ തന്നെ അവർ ഇറങ്ങിപ്പോരും. ലഹരി പിള്ളേരെ സ്കൂൾ ബേസ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ എന്ത് റിപ്പോർട്ടില്ല പോലീസ് റിപ്പോർട്ട് ചെയ്യണം. ഈ ലഹരി ഇവിടെ വിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ കടകളിൽ പോലും ഇപ്പോൾ ഈ ലഹരി ചെറിയ പിള്ളേർക്ക് ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അഡിക്റ്റായി. പിന്നെ പിള്ളേർക്ക് ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം വരികയാണ്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് വിചാരിക്കണം, എന്നാലും മാറുമെന്ന്. ആദ്യമായിട്ട് ഏത് മാതാപിതാക്കളാണെങ്കിലും ഇപ്പോൾ ഞാൻ ഈ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താണ്? ഇതന്നെ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ഈ കുട്ടികൾ മുഴുവൻ MDMA ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽ ഒരളവിൽ അധികം കുട്ടികൾ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഈ തലക്കക്കൂടി ഓരോന്ന് നിങ്ങൾ വന്ന് നോക്കി. കുട്ടികൾ സ്കൂൾക്കാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് പോലീസോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് പ്രായപൂർത്തിയായ ആൾക്കാരാണെന്ന്. ഇതിപ്പോൾ നിയമം ഒരു ദുരുപയോഗം ചെയ്യണ ഒരു ഭാഗത്തേക്കായിട്ടുണ്ട് നമ്മളെ ഇത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ കുട്ടികൾ എങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ കുട്ടികളായിട്ട് മാതാപിതാക്കൾക്ക് കണ്ടുപിടിക്കാൻ കഴിയണില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് ഇറക്കി വരുമ്പോൾ മാതാപിതാക്കൾ ശരിക്കും ശ്രദ്ധിക്കണം. അതുതന്നെയാണ് ആ പറയാനുള്ള മെസ്സേജാണ് എനിക്കുള്ളത്. സർക്കാർ തലത്തിൽ ഇപ്പോൾ ഈ ലഹരി ഉപയോഗം, അതുപോലെ ലഹരി ഉപയോഗത്തിന് കഞ്ചാവ് മറ്റുള്ള മയക്കുമരുന്നുകൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്ന് നമ്മൾ പലതും പിടിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവർക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആരും അന്വേഷിക്കാറുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങോട്ട് ജനങ്ങൾ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ശക്തമായ നിയമം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വക കാര്യങ്ങളിലൊരു കാര്യങ്ങൾ കുറച്ച് വരാൻ നമുക്ക് കഴിയുള്ളൂ. നിയമം കുറച്ച് ശക്തമാവണം. ലഹരിയായിട്ടുള്ള തന്നെയാണ്. കാരണം പല ലഹരികളും ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കള്ള് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. ഇപ്പം അങ്ങനെ നമ്മൾ ജനങ്ങൾക്ക് ആർക്കും വീട്ടിലുള്ളവർക്ക് തന്നെ അറിയില്ല അത് ലഹരി ഉപയോഗിച്ചിക്കണോ അല്ലേയുള്ള അതിൻ്റെ ഒരു മാറ്റങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതുതന്നെയാണ് മെയിനായിട്ടുള്ളത്. കഞ്ചാവാണോ അല്ലെങ്കിൽ MDMA ആണോ എന്താണ് പല പേരിലുള്ളതും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ളതൊക്കെ കാണുന്നത്. എൻ്റെ അഭിപ്രായം സിനിമകൾ അതുണ്ട്, അതൊരു ഭാഗമുണ്ട്. കാരണം പല സിനിമകളിലും കൊലപാതകം കാണിക്കുന്നതും ഒക്കെ അങ്ങനത്തേതായിട്ടുള്ള അതിൻ്റെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് അതിൽ ബാധിക്കും. സ്കൂൾ തലങ്ങളിൽ പറഞ്ഞാൽ ഈ ശരിക്ക് ഇങ്ങനത്തെ സിനിമകളൊന്നും പുറത്തിറക്കാൻ പാടില്ല. ഒരു അഭിപ്രായത്തിൽ നമ്മൾ പറയാം അങ്ങനത്തെ സിനിമകളൊന്നും ഇപ്പോഴത്തെ തലമുറകൾക്ക് കാണിക്കാനുള്ളൊരു കാണുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അതിനെ അവർ കണ്ട് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഡ്രഗ്സിൻ്റെ അമിത ഉപയോഗം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് സിനിമ തന്നെ അങ്ങനെ ബാധിക്കാൻ അതിന് മുന്നേയും അതായിട്ടുള്ള സിനിമകൾ വന്നിട്ടുള്ളതല്ലേ. ഇതന്നെ ആയിരിക്കും മെയിനായിട്ട് ഡ്രഗ്സിൻ്റെ ഒരു കൺട്രോളിന് ഒരു എല്ലാത്തിനും സ്വാതന്ത്ര്യം കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആവശ്യമാണ്. സ്കൂൾ തലത്തിൽ തന്നെ ബോധവൽക്കരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഏതായാലും നമ്മളിപ്പോൾ കുറേ സംഭവങ്ങളായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ ദയനീയമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കൂടുതലായതുകൊണ്ട് രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്നില്ല, വീട്ടുകാരും ശ്രദ്ധിക്കില്ല. അതായത് എവിടെയെങ്കിലും മക്കൾ പോയിട്ടുണ്ടെങ്കിൽ നേരം വഴിക്ക് വരുമ്പോൾ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്ത രക്ഷിതാക്കളാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് നമ്മളെ മാതാപിതാക്കളടുത്ത് വരുന്ന ഏറ്റവും വലിയ ഫാൾട്ടാണ് മക്കളോടുള്ള സ്നേഹം കുറയുന്നതുകൊണ്ടാണ് മക്കൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോണതും. ലഹരിയും ഒരു സ്നേഹം കിട്ടാത്തതുകൊണ്ട് പുറത്തു പോയി ലഹരിയും കംപ്ലീറ്റ് ഉപയോഗിച്ച് വന്നിട്ട് അത് മാതാപിതാക്കളെ നേരേക്ക് തന്നെ വരുന്നത്. കാരണം അത് വലിയൊരു ഉദാഹരണമാണ്. ഇന്നലത്തെ ഈ 5 പേരുടെ മരണം സ്വന്തം മാതാവ് മരണക്കിടക്കിൽ കിടക്കുന്ന ഈ സമയം വലിയൊരു നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളൊരു അനുഭവമാണ്. അതിന് കാരണം നമ്മുടെ മാതാപിതാക്കൾ തന്നെ. കാരണം ശരിക്കും മക്കളെ മുഖത്ത് നോക്കി സംസാരിക്കാത്ത സംവിധാനവും അതേപോലെ തന്നെ മക്കളായിട്ടുള്ള സ്നേഹം കുറവാണെന്ന് മക്കൾക്ക് തോന്നുന്നത്. കാരണം ഡെയിലി മക്കൾ വരുമ്പോൾ മക്കളുമായിട്ട് നമ്മളൊരു സമ്പർക്കം പുലർത്തണം. മക്കളുമായിട്ട് നല്ല രീതിയിൽ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കണം. മക്കളുമായിട്ടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. അത് പുറത്ത് കാണിക്കുകയും ചെയ്യണം. എന്നാലേ അത് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ വരാൻ സാധ്യതകളുണ്ട്.
പൊതുജനങ്ങളും രക്ഷിതാക്കളും വലിയ ആശങ്കയിൽ തന്നെയാണ്. അത്രത്തോളം പ്രതിസന്ധിയിലൂടെയാണ് ഇന്നത്തെ യുവതലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലഹരി യുവതലമുറയുടെ ജീവിതത്തെ കാർന്നു തിന്നുകയാണ്. അത്രത്തോളം അനിഷ്ടമായ സംഭവങ്ങളാണ് നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി കൃത്യമായ ബോധവൽക്കരണം യുവാക്കൾക്ക് നൽകണമെന്ന് തന്നെയാണ് പൊതുജന അഭിപ്രായം. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.